CBSE മോഡൽ പരീക്ഷകൾ നടക്കുന്ന സമയത്ത് മകളെ 4 മണിക്ക് വിളിച്ചെണീപ്പിച്ചു. ഇപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ 4 മണി എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിന്റെ നേരം. 4 മണിക്ക് വിളിച്ചെണീപ്പിച്ച് കുട്ടി ഇരുന്ന് തൂക്കുക. ദോഷം പറയരുത്, അമ്മ പോയി കിടന്നോന്നില്ല, അമ്മ എടുത്തിരിക്കുന്നുണ്ട്, അമ്മയും തൂക്കുകയാണ്. രണ്ടുപേരും മത്സരിക്കുകയാണ് ആരാ കൂടുതൽ തൂക്കണം എന്നുള്ളത്. രണ്ടുപേരും തൂക്കണതിന്റെ ഇടയിൽ എന്തോ സ്വപ്നം കണ്ടെന്ന പോലെ മോള് ഞെട്ടി ഉണർന്നിട്ട് അമ്മയെ തോണ്ടി. അമ്മയും ഞെട്ടി ഉണർന്നു. അമ്മയുടെ ഉറക്കം പോയി. അമ്മ എങ്ങനെയാ മുസ്ലിം ആവുക എന്ന് ചോദിച്ചു. അമ്മയുടെ ജീവൻ ഒരു ഒറ്റ പോക്കാ മേപ്പെട്ട് 30 കോടി ദേവഗണങ്ങളി ഒരുമിച്ച് വിളിച്ചുപോയി. ദൈവമേ, എന്റെ കുട്ടി ആരുടെ കെണിയിലാ പെട്ടതാണാവോ, ആരാ കയ്യും കണ്ണും കാട്ടി എന്റെ കുട്ടിയെ വളർത്താണാവോ, കുഞ്ഞമ്പൂന്റെ മകളെ രക്ഷിക്കാൻ DYFIക്കാരെങ്കിലും ഉണ്ടായി കെണിയിൽപ്പെട്ടപ്പോ എന്റെ മകളെ രക്ഷിക്കാൻ ദൈവമേ ആരാ ഉണ്ടാവുക എന്ന് വെച്ച് തലയ്ക്ക് മേലെ കയ്യും വെച്ചിട്ട് ആ അമ്മ ഒരൊറ്റ പ്രാർത്ഥന, ആരെങ്കിലും കാത്തോളണേ എന്റെ കുട്ടിയായിരുന്നു. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കണം? അമ്മ എങ്ങനെയാ മുസ്ലിം ആവുക? പൊന്നാനി പോയ കാര്യം നടക്കുന്നു പറഞ്ഞില്ല. പൊന്നാനിക്ക് ഇവിടുന്ന് എത്രകൊണ്ട് വഴിയുണ്ട്. അമ്മയുടെ ജീവൻ പോയി, കൈവിട്ടു മകള്. മോളെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, കണ്ണും പിടിയും കാട്ടാൻ പലരും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ അമ്മ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോ മകൾ പറഞ്ഞു, അമ്മ എന്തായി എഴുതാപ്പുറം വായിക്കുന്നത്, വേണ്ടാതീനം പറയണം, ആര് കണ്ണും പിടിയും കാട്ടുന്ന കൂട്ടാ പറയണ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും, എങ്ങനെയാ മുസ്ലിം ആവുക? നിനക്കെന്തിനാ ഇപ്പൊ മുസ്ലിം ആവണേ? കല്യാണം കഴിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം? ആരിപ്പോ കല്യാണത്തെ പറ്റി ചിന്തിച്ചത്? പിന്നെ എന്തിനാ നിനക്ക് മുസ്ലിം ആവണത്? എനിക്ക് മദർസയിൽ പോവാനാണ്. മദർസയിൽ പോയിട്ട് നിനക്കെന്താ നേട്ടം? അപ്പൊ അമ്മ ഈ പത്രം ഒന്നും വായിക്കാറില്ലേ? മദർസയിൽ പോയാൽ എനിക്ക് ഈ പണ്ടാരക്കെട്ടൊന്നും പിന്നെ പഠിക്കണ്ട. CBSE പുസ്തകങ്ങൾ ഇങ്ങനെ കുട്ടിയേക്കാൾ ഉയരത്തിൽ കെട്ടിവെച്ചിരിക്കുക. ത്രിഭാഷ ഫോർമുല അനുസരിച്ചുള്ള 3 ഭാഷകള്, സൂര്യന്റെ കീഴിലും മുകളിലുമുള്ള സർവ്വ വിജ്ഞാനം അരച്ച് കലക്കി ഗുളികപ്പരുവത്തിലാക്കിയിട്ടുള്ള ടെക്സ്റ്റുകൾ കുട്ടിയേക്കാൾ ഉയരത്തിലിരിക്കുക. ഇതെന്താ നീ മദർസയെ പഠിച്ചാൽ ഇത് പഠിക്കുന്നത്? അമ്മ പത്രം വായിച്ചു നോക്ക്. തലേ ദിവസത്തെ പത്രം, മാതൃഭൂമി പത്രത്തില് ഫ്രണ്ട് പേജിലുണ്ട്. മദർസ ബിരുദങ്ങൾക്ക് CBSEക്ക് തുല്യമായ അംഗീകാരം കൊടുത്തിരിക്കുന്നു. LKG മുതല് മുല കുടിക്കുന്ന പ്രായത്തുനിന്ന് കുട്ടിയെ അമ്മിഞ്ഞേമെന്ന് വിടിയിപ്പിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ട് 10-14 കൊല്ലം കുട്ടി ചെരച്ച് ഒരു ഡിഗ്രിയുമായിട്ട് പുറത്തേക്ക് കടന്നാൽ അവൻ കാണണു തൊട്ടപ്പുറത്ത് നേരം വെളിച്ചാകുമ്പോ 1 മണിക്കൂർ പോയ ഓതിയെ ആര്യന്മാരാവണോ മൊയിലിയന്മാരാവണോ എന്ന് തർക്കിച്ച് നടക്കണവരുടെ കക്ഷത്തും ഇതേ ഡിഗ്രി, CBSEക്ക് തുല്യമായ അതേ ഡിഗ്രി 14 കൊല്ലം ബുദ്ധിമുട്ടിയാണ്. അപ്പൊ കുട്ടി കണ്ട എളുപ്പമാർഗമാണ് ഇതോ. പഠിക്കണ്ടാലോ തനിക്ക് മദ്രസയിൽ പോയാല്? ഈ വിധി പടച്ചോൻ നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ചതല്ല. ആയിരുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ദൈവത്തിന്റെ വിധിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അത് കർത്താവായാലും പടച്ചവനായാലും അയ്യപ്പനായാലും ദൈവത്തിന്റെ വിധി നമുക്ക് ഒന്നുപോലെയാണ്. ഈ വിധി ഇവിടുത്തെ 83% മേലെ ദൈവം അടിച്ചേൽപ്പിച്ചതല്ല, മറിച്ച് ഞാനും നിങ്ങളും തെരഞ്ഞെടുത്തയച്ച നമ്മുടെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന നമ്മുടെ ഗവൺമെന്റ് നമ്മളിൽ അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ ചിന്തിച്ചേ പറ്റൂ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടും, മതേതരത്വത്തിന് ഭ്രാന്ത് പിടിച്ചാലോ? അതാണ് നമുക്ക് ഒരുമിച്ച് കൂടി ചിന്തിക്കാനുള്ളത്. ഭ്രാന്ത് പിടിച്ച് സർവവും തച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന ഈ മതേതരത്വത്തിന് ഒരു കൂച്ചുവെള്ളങ്ങിടാൻ, ഒരു മയക്കുവെടിയെങ്കിലും വെക്കാൻ സാധിക്കുമോ നമുക്ക് ഈ സമൂഹത്തിന്? ഇവിടെയാണ് ഈ രാഷ്ട്രത്തിന്റെ, നമ്മുടെ മാത്രമല്ല ഈ രാഷ്ട്രത്തിന്റെ ഭാവി ഇരിക്കുന്നത്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ ഭാഗപത്രത്തിൽ ഒപ്പുവെച്ചപ്പോ ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം പിറന്നു വീണതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാ ഇസ്ലാമിക രാഷ്ട്രം? ഭാരതമാണോ? പാകിസ്ഥാനാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം പാകിസ്ഥാനില് പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. അവിടെ മദ്രസയെ പഠിച്ച അക്കാഡമിക ബിരുദമാവില്ല. സൗദി അറേബ്യയിൽ പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. അവിടെ മദ്രസയെ പഠിച്ച അക്കാഡമിക ബിരുദമാവില്ല. ലോകത്ത് 57 മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ മദർസ ബിരുദം പോരാ അക്കാഡമിക ബിരുദത്തിന്. പക്ഷെ മതേതരത്വം നെറ്റിപ്പട്ടത്തിൽ എഴുതി പിടിപ്പിച്ച് അതിന്റെ ഹുങ്കിൽ അഭിമാനിക്കുന്ന ഭാരതത്തിന് മദർസയെ പഠിച്ചാൽ മതി CBSE ബിരുദം എന്ന് പറഞ്ഞാൽ ചികിത്സ വൈകി പോയിരിക്കുന്നു എന്നല്ലേ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ആ ചികിത്സ നമ്മൾ നടത്തിയില്ല എങ്കിൽ നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ നാശത്തിന് കാവൽക്കാരാവുകയാണ്. നശിക്കുന്നത് നോക്കി നിൽക്കാൻ തയ്യാറാവുകയാണ്. സാധിക്കുമോ? നേരത്തെ നമ്മളോട് തൊഗാഡിയാജി പറഞ്ഞതുപോലെ തന്നെ എല്ലാറ്റിനും ചികിത്സയുള്ള ഈ ധർമ്മം, എല്ലാറ്റിന്റെയും ശാസ്ത്രീയമായ ഉന്മൂലനത്തിന് സാധ്യത ഈ ധർമ്മം, എല്ലാ തിന്മകളെയും ശാരീരികവും കുടുംബപരവുമായ എല്ലാ അവസ്ഥയിൽ നിന്നും മോചനം നേടാൻ തക്ക ശാസ്ത്രീയമായ അടിത്തറയുള്ള ഈ ധർമ്മത്തിന് ഈശ്വര അനുഗ്രഹം കൊണ്ട് ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് കഴിയുമോ ഈ രാഷ്ട്രം നശിച്ചോട്ടെ എന്ന് തീരുമാനിക്കാൻ?